ഓം ശാന്തി 21/12/2024 പ്രഭാതമുരളി. മധുരമായ കുട്ടികളെ, സത്യമായ സമ്പാദ്യം ചെയ്യുന്നതിനുള്ള പുരുഷാർത്ഥം ആദ്യം സ്വയം ചെയ്യൂ. പിന്നീട് തന്റെ തന്നെ മിത്രസംബന്ധികളെ കൊണ്ടും ചെയ്യിക്കൂ. പരോപകാരം ആരംഭിക്കേണ്ടത് വീട്ടിൽ നിന്നാണ്. ചോദ്യം: സുഖം പ്രാപ്തമാക്കാനുള്ള വിധി എന്താണ്? ഉത്തരം: പവിത്രത. എവിടെ പവിത്രതയുണ്ടോ അവിടെ സുഖമുണ്ട്. ബാബ പവിത്രമായ ലോകത്തിന്റെ സത്യയുഗത്തിന്റെ സ്ഥാപന ചെയ്യുന്നു. അവിടെ വികാരത്തിന്റെ കാര്യമില്ല. ആരാണോ ദേവതകളുടെ പൂജാരി, അവർക്ക് ഒരിക്കലും ഇങ്ങനെ ചോദിക്കാൻ സാധിക്കില്ല, വികാരങ്ങളില്ലാതെ ഈ ലോകം എങ്ങനെ മുന്നോട്ടു പോകും എന്ന്. ഇപ്പോൾ നിങ്ങൾക്ക് സുഖത്തിന്റെ ലോകത്തിലേക്ക് പോകണം. അതുകൊണ്ട് ഈ പതീതമായ ലോകം മറക്കണം. ശാന്തിധാമത്തെയും സുഖധാമത്തെയും ഓർമ്മിക്കണം. ഓം ശാന്തി. ഓം ശാന്തിയുടെ അർത്ഥം കുട്ടികൾക്ക് ബാബ മനസ്സിലാക്കി തന്നു കഴിഞ്ഞു. ശിവബാബയ്ക്കും ഓം ശാന്തി എന്ന് പറയാൻ സാധിക്കും. സാളിഗ്രാമമായ കുട്ടികൾക്കും പറയാൻ സാധിക്കും. ആത്മാവാണ് പറയുന്നത് ഓം ശാന്തി. ശാന്തിയുടെ സാഗരനായ ബാബയുടെ കുട്ടികൾ. ശാന്തിക്ക് വേണ്ടി കാട്ടിലേക്ക് പോകേണ്ട ആവശ്യമൊന്നും തന്നെ ഇല്ല. ആത്മാവ് ശാന്തമാണ്. പിന്നെ ഉപായത്തിന്റെ ആവശ്യം എന്താണ്? ബാബ മനസ്സിലാക്കി തരികയാണ്. ബാബയോടാണ് പറയുന്നത്, ഞങ്ങളെ അവിടേക്ക് കൂട്ടിക്കൊണ്ടു പോകൂ, എവിടെയാണോ സുഖമുള്ളത്. സുഖം എല്ലാ മനുഷ്യരും ആഗ്രഹിക്കുന്നു. പക്ഷേ സുഖശാന്തിക്ക് വേണ്ടി ആദ്യം വേണ്ടത് പവിത്രതയാണ്. പവിത്രമായതിനെ പാവനമെന്നും അപവിത്രതയെ പതീതമെന്നും പറയുന്നു. പതീതമായ ലോകത്തിലുള്ളവർ വിളിച്ചുകൊണ്ടേയിരിക്കുകയാണ്, ഞങ്ങളെ പാവനമാക്കി മാറ്റി പാവന ലോകത്തിലേക്ക് കൊണ്ടുപോകൂ എന്ന്. ബാബയാണ് പതീതമായ ലോകത്തിൽ നിന്ന് മുക്തമാക്കി പാവനമായ ലോകത്തേക്ക് കൊണ്ടുപോകുന്നത്. സത്യയുഗത്തിലാണ് പവിത്രത, കലിയുഗത്തിലാണ് അപവിത്രത. സത്യയുഗം നിർവികാരി ലോകവും ഇത് വികാരി ലോകവുമാണ്. ഇതും കുട്ടികൾക്കറിയാം. ലോകത്തിൽ മനുഷ്യരുടെ വർധനവ് ഉണ്ടായിക്കൊണ്ടിരിക്കും. സത്യയുഗം നിർവികാരികളുടെ ലോകമാണ്. തീർച്ചയായും കുറച്ചു മനുഷ്യരെ ഉണ്ടായിരിക്കൂ. ആ കുറച്ചു പേർ ആരായിരിക്കും? സത്യയുഗത്തിൽ ദേവീ ദേവതകളുടെ രാജ്യമാണ്. അതിനെയാണ് സുഖത്തിന്റെ ലോകമെന്നും അല്ലെങ്കിൽ സുഖധാമമെന്നും പറയുന്നത്. ഇതാണ് ദുഃഖധാമം. ദുഃഖധാമത്തെ മാറ്റി സുഖധാമമുണ്ടാക്കുന്നത് ഒരു പരമപിത പരമാത്മാവാണ്. സുഖത്തിന്റെ സമ്പത്ത് തീർച്ചയായും ബാബയാണ് നൽകുന്നത്. ഇപ്പോൾ ബാബ പറയുന്നു, ദുഃഖധാമത്തെ മറക്കൂ. ശാന്തിധാമത്തെയും സുഖധാമത്തെയും ഓർമ്മിക്കൂ. ഇതിനെയാണ് മന്മനാഭവ എന്ന് പറയുന്നത്. ബാബ വന്ന് കുട്ടികൾക്ക് സുഖധാമത്തിന്റെ സാക്ഷാത്കാരം ചെയ്യിക്കുകയാണ്. ദുഃഖധാമത്തിന്റെ വിനാശം ചെയ്യിപ്പിച്ച് ശാന്തിധാമത്തിലേക്ക് കൊണ്ടുപോകുന്നു. ഈ ചക്രത്തെയും ഓർമ്മിക്കണം. 84 ജന്മം എടുക്കേണ്ടതായിട്ടുണ്ട്. ആരാണോ ആദ്യം സുഖധാമത്തിലേക്ക് വരുന്നത്, അവർ 84 ജന്മത്തെ കാര്യം മാത്രം ഓർമ്മിക്കുന്നതിലൂടെ കുട്ടികൾക്ക് സുഖധാമത്തിന്റെ അധികാരിയായി മാറാൻ സാധിക്കും. ബാബ പറയുന്നു, കുട്ടികളെ ശാന്തിധാമത്തെയും ഓർമ്മിക്കൂ. പിന്നീട് സമ്പത്ത് അഥവാ സുഖധാമത്തെയും ഓർമ്മിക്കൂ. ആദ്യം നിങ്ങൾ ശാന്തിധാമത്തിലേക്ക് പോകുന്നു. സ്വയം ശാന്തിധാമത്തിന്റെയും ബ്രഹ്മാണ്ടത്തിന്റെയും അധികാരിയാണെന്ന് മനസ്സിലാക്കൂ. നടക്കുമ്പോഴും കറങ്ങുമ്പോഴും അവിടെ വസിച്ചവരാണെന്ന് മനസ്സിലാക്കൂ.
എങ്കിൽ ഈ ലോകം മറക്കും. സത്യയുഗമാണ് സുഖധാമം. പക്ഷേ എല്ലാവർക്കും സത്യയുഗത്തിലേക്ക് വരാൻ സാധിക്കില്ല. ദേവതകളുടെ പൂജാരികളാണ് ഈ കാര്യം മനസ്സിലാക്കുന്നത്. ഇതാണ് സത്യമായ സമ്പാദ്യം. ഇത് പഠിപ്പിക്കുന്നതും സത്യമായ ബാബയാണ്. ബാക്കിയെല്ലാം അസത്യമായ സമ്പാദ്യമാണ്. അവിനാശി ജ്ഞാനരത്നങ്ങളുടെ സമ്പാദ്യത്തെ സത്യമായ സമ്പാദ്യമെന്ന് പറയുന്നു. ബാക്കി വിനാശിയായ ധനം, സമ്പത്ത് ഇവയെല്ലാം അസത്യമായ സമ്പാദ്യമാണ്. ദ്വാപരയുഗം മുതൽ അസത്യമായ സമ്പാദ്യം സമ്പാദിച്ചുകൊണ്ടേ വന്നതാണ്. ഈ അവിനാശിയായ സത്യമായ സമ്പാദ്യത്തിന്റെ പ്രാലബ്ധം സത്യയുഗം മുതൽ ആരംഭിച്ച് ത്രേതായുഗത്തോടുകൂടി പൂർത്തിയാകുന്നു. അതായത് പകുതി കൽപ്പത്തോളം അനുഭവിക്കുന്നു. പിന്നീട് അസത്യമായ സമ്പാദ്യം ആരംഭിക്കുന്നു. ഇതിലൂടെ അല്പകാല ക്ഷണഭംഗുരമായ സുഖം ലഭിക്കുന്നു. ഈ അവിനാശിയായ ജ്ഞാനരത്നം ജ്ഞാനസാഗരനായ ബാബയാണ് നൽകുന്നത്. സത്യമായ സമ്പാദ്യം സത്യമായ ബാബയാണ് ചെയ്യിപ്പിക്കുന്നത്. ഭാരതം സത്യമായ ഖണ്ഡമായിരുന്നു. ഭാരതം തന്നെയാണ് ഇപ്പോൾ അസത്യഖണ്ഡമായി മാറിയത്. മറ്റ് ഖണ്ഡങ്ങളെ സത്യമായ ഖണ്ഡമെന്നും അസത്യഖണ്ഡമെന്നും പറയുകയില്ല. സത്യമായ ഖണ്ഡമുണ്ടാക്കുന്ന സത്യമായ ചക്രവർത്തി ബാബയാണ്. സത്യമായത് ഒരു ഗോഡ് ഫാദറാണ്. ബാക്കിയെല്ലാം അസത്യമായ പിതാവാണ്. സത്യയുഗത്തിലും സത്യമായ അച്ഛനെയാണ് ലഭിക്കുന്നത്. കാരണം അവിടെ അസത്യമോ പാപമോ ഉണ്ടാകുന്നില്ല. ഇതാണ് പാപാത്മാക്കളുടെ ലോകം. സത്യയുഗം പുണ്യാത്മാക്കളുടെ ലോകമാണ്. ഇപ്പോൾ ഈ സത്യമായ സമ്പാദ്യം ഉണ്ടാക്കുന്നതിന് വേണ്ടി പുരുഷാർത്ഥം ചെയ്യേണ്ടതായിട്ടുണ്ട്. ആരാണോ കൽപ്പം മുൻപും സമ്പാദിച്ചത് അവരാണ് സമ്പാദിക്കുക. ആദ്യം സ്വയം സത്യമായ സമ്പാദ്യം ചെയ്ത് പിന്നീട് പിതാവിന്റെ വീട്ടിലുള്ളവർക്കും അമ്മായി അച്ഛന്റെ വീട്ടിലുള്ളവർക്കും സത്യമായ സമ്പാദ്യം ചെയ്യിപ്പിക്കണം. പരോപകാരം ആദ്യം തന്റെ വീട്ടിൽ നിന്ന് തുടങ്ങണം. സർവവ്യാപി എന്നുള്ള ജ്ഞാനമുള്ളവർക്ക് ഭക്തി ചെയ്യാൻ സാധിക്കില്ല. എല്ലാവരിലും ഭഗവാന്റെ രൂപമെങ്കിൽ പിന്നെ ആരെ ഭക്തി ചെയ്യാനാണ്? ഈ ചെളിക്കുണ്ടിൽ നിന്ന് മാറുന്നതിന് വേണ്ടി പരിശ്രമിക്കേണ്ടതായിട്ടുണ്ട്. സന്യാസിമാർ വീട്ടിൽ നിന്നും പുണ്യകർമ്മം എങ്ങനെ ചെയ്യും? ആദ്യമൊന്നും അവരുടെ വീട്ടുകാരുടെ വാർത്തകൾ പോലും കേൾപ്പിക്കില്ല. എന്തുകൊണ്ടാണ് കേൾപ്പിക്കാത്തത്? അറിയേണ്ടതല്ലേ? പറയുന്നതിലെന്താണ്? ഇന്ന വീട്ടിലായിരുന്നു, പിന്നെ സന്യാസം ധാരണ ചെയ്തു. നിങ്ങളോട് ചോദിച്ചാൽ നിങ്ങൾക്ക് പെട്ടെന്ന് പറയാൻ സാധിക്കും. സന്യാസിമാർക്ക് അനുയായികൾ വളരെ കൂടുതലാണ്. അവർ ഇരുന്ന് ഭഗവാൻ ഒന്നാണെന്ന് പറയുകയാണെങ്കിൽ എല്ലാവരും അവരോട് ചോദിക്കും, നിങ്ങൾക്കാരാണ് ഈ ജ്ഞാനം കേൾപ്പിച്ചത് എന്ന്. അപ്പോൾ BK കേൾപ്പിച്ചു എന്ന് പറയുകയാണെങ്കിൽ അതോടെ അവരുടെ മുഴുവൻ പണിയും പൂട്ടും. അങ്ങനെ ആരെങ്കിലും തന്റെ അന്തസ്സ് നഷ്ടപ്പെടുത്തുമോ? പിന്നീട് അവർക്ക് ആരെങ്കിലും ആഹാരം പോലും കൊടുക്കുമോ? അതുകൊണ്ട് സന്യാസിമാർക്ക് ഇത് വളരെ പ്രയാസമാണ്. ആദ്യം തന്റെ മിത്രസംബന്ധികൾക്ക് ഈ ജ്ഞാനം കൊടുത്ത് സത്യമായ സമ്പാദ്യം ചെയ്യിപ്പിക്കണം. ഇതിലൂടെ 21 ജന്മത്തിലേക്ക് സുഖം നേടാം. കാര്യം വളരെ സഹജമാണ്. പക്ഷേ ഡ്രാമയിൽ അടങ്ങിയതാണ് ഇത്രയും ശാസ്ത്രങ്ങളും ക്ഷേത്രങ്ങളും ഉണ്ടാക്കുക എന്നുള്ളത്. പതീതമായ ലോകത്തിലുള്ളവർ പറയാറുണ്ട്, ഇപ്പോൾ പാവന ലോകത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകൂ എന്ന്. സത്യയുഗം കഴിഞ്ഞ് 5000 വർഷമായി. അവർ കലിയുഗത്തിന്റെ ആയുസ് പോലും ലക്ഷക്കണക്കിന് വർഷമെന്ന് പറഞ്ഞു.
പിന്നെ എങ്ങനെ മനുഷ്യർ മനസ്സിലാക്കും സുഖധാമം എവിടെയാണ്, എപ്പോഴുണ്ടാകും? ലോകത്തിലുള്ളവർ പറയുന്നത് മഹാപ്രളയമുണ്ടാകും, പിന്നീട് വീണ്ടും സത്യയുഗം വരും. ആദ്യമാദ്യം ശ്രീകൃഷ്ണൻ വിരൽ കുടിച്ച് സാഗരത്തിൽ ആലിലയിൽ വരുന്നു. എവിടെയുള്ള കാര്യം എവിടേക്കോ കൊണ്ടുപോയി. ഇപ്പോൾ ബാബ പറയുകയാണ്, ഞാൻ ബ്രഹ്മാവിലൂടെ എല്ലാ വേദശാസ്ത്രങ്ങളുടെയും സാരം കേൾപ്പിക്കുകയാണ്. അതുകൊണ്ട് വിഷ്ണുവിന്റെ നാഭിയിൽ താമര പുഷ്പത്തിൽ ബ്രഹ്മാവിനെ കാണിക്കുന്നു, കൈകളിൽ ശാസ്ത്രങ്ങളും കാണിക്കുന്നുണ്ട്. ബ്രഹ്മാവ് ഇവിടെയാണ് ഉള്ളത്. സൂക്ഷ്മവതനത്തിൽ ശാസ്ത്രങ്ങളൊന്നും തന്നെ ഇല്ല. ബ്രഹ്മ ഇവിടെയാണ് വേണ്ടത്. വിഷ്ണുവിന്റെയും ലക്ഷ്മി നാരായണന്റെയും രൂപം ഇവിടെയാണ് ഉള്ളത്. ബ്രഹ്മാവ് തന്നെയാണ് വിഷ്ണുവായി മാറുന്നത്. വിഷ്ണു പിന്നീട് ബ്രഹ്മാവായി മാറുന്നു. ഇപ്പോൾ ബ്രഹ്മാവിൽ നിന്നാണോ വിഷ്ണു ഉണ്ടാകുന്നത്, അതോ വിഷ്ണുവിൽ നിന്നാണോ ബ്രഹ്മാവ് ഉണ്ടാകുന്നത്? ഇതെല്ലാം മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. എന്നാൽ ആരാണോ നല്ല രീതിയിൽ പഠിക്കുന്നത് അവരെ ഈ കാര്യം മനസ്സിലാക്കുന്നുള്ളൂ. ബാബ പറയുന്നു, ഏതുവരെ നിങ്ങൾ ശരീരം ഉപേക്ഷിക്കുന്നുവോ അതുവരേക്കും മനസ്സിലാക്കിക്കൊണ്ടേയിരിക്കണം. നിങ്ങൾ 100% വിവേകശൂന്യരായി ദരിദ്രരായി മാറിയിരിക്കുന്നു. നിങ്ങൾ വിവേകശാലി ദേവീ ദേവതകളായിരുന്നു. ഇപ്പോൾ വീണ്ടും നിങ്ങൾ ദേവീ ദേവതകളായി മാറിക്കൊണ്ടിരിക്കുകയാണ്. മനുഷ്യർക്ക് മാറ്റാൻ സാധിക്കില്ല. നിങ്ങൾ ദേവതയായിരുന്നു, പിന്നീട് 84 ജന്മങ്ങളെടുത്ത് പൂർണമായി കലകൾ നഷ്ടപ്പെട്ടവരായി മാറി. നിങ്ങൾ സുഖധാമത്തിൽ വളരെ സുഖികളായിരുന്നു, ഇപ്പോൾ ദുഃഖികളായി മാറി. നിങ്ങൾക്ക് 84 ജന്മത്തിന്റെ കണക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കും. ഇസ്ലാമികൾ, ബുദ്ധിസ്റ്റുകൾ, സിഖുകാർ ഇവരെല്ലാവരും എത്ര ജന്മങ്ങൾ എടുക്കുന്നുണ്ടാകും? ഈ കണക്കെടുക്കുന്നതും സഹജമാണ്. സ്വർഗത്തിന്റെ അധികാരിയായി മാറുന്നത് ഭാരതവാസികളാണ്. തൈകൾ നടുകയല്ലേ? ഇതാണ് മനസ്സിലാക്കി കൊടുക്കേണ്ടത്. സ്വയം മനസ്സിലാക്കി പിന്നീട് ആദ്യമാദ്യം തന്റെ മാതാപിതാക്കൾക്കും സഹോദരീ സഹോദരനും മനസ്സിലാക്കി കൊടുക്കണം. ഗൃഹസ്ഥ വ്യവഹാരത്തിലിരുന്നും താമര പുഷ്പ സമാനം ജീവിക്കണം. പിന്നെ പുണ്യകർമ്മം സ്വന്തം വീട്ടിൽ നിന്ന് ആരംഭിക്കണം. പിതാവിന്റെ വീട്ടുകാർക്കും അമ്മായി അച്ഛന്റെ വീട്ടുകാർക്കും ഈ ജ്ഞാനം കേൾപ്പിക്കണം. ജോലി കാര്യത്തിലും ആദ്യം തന്റെ സഹോദരന്മാരെ പങ്കാളിയാക്കി മാറ്റുന്നു. ഇവിടെയും അങ്ങനെ തന്നെ മഹിമയുമുണ്ട്. കുമാരി ആദ്യം തന്റെ സ്വന്തം വീടിനെയും അമ്മായി അച്ഛന്റെ വീടിനെയും ഉദ്ധരിക്കുന്നു എന്ന്. അപവിത്രരായവർക്ക് ഉദ്ധരിക്കാൻ സാധിക്കില്ല. അപ്പോൾ ഏത് കുമാരിയാണ്? ഈ ബ്രഹ്മാവിന്റെ കുമാരി ബ്രഹ്മകുമാരിയല്ലേ? ഇവിടെ അധർ കുമാരിയുടെയും കുമാരിമാരുടെയും ക്ഷേത്രം ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ. ഇവിടെ നിങ്ങളുടെ ഓർമ്മചിഹ്നം ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മൾ വീണ്ടും വന്നിരിക്കുകയാണ് ഭാരതത്തെ സ്വർഗമാക്കി മാറ്റുന്നതിന്. ഈ ദിൽവാഡ ക്ഷേത്രം വളരെ കൃത്യമാണ്. മുകളിൽ സ്വർഗം കാണിക്കുന്നു. സ്വർഗം ഇവിടെയാണ്. രാജയോഗത്തിലെ തപസ്സും ഇവിടെയാണ് ഉണ്ടാകുന്നത്. ആരുടെയാണോ ക്ഷേത്രം അവരെ അറിഞ്ഞിരിക്കേണ്ടതല്ലേ? ഇപ്പോൾ ഉള്ളിൽ ജഗത് പിതാവും ജഗദംബയും ആദിദേവനും ആദിദേവിയും ഇരിപ്പുണ്ട്. ശരി, ആദിദേവൻ ആരുടെ കുട്ടിയാണ്? ശിവബാബയുടെ. അധർ കുമാരി, കുമാരി എല്ലാവരും രാജയോഗം ചെയ്യുന്നു. ബാബ പറയുന്നു, മന്മനാഭവ. മന്മനാഭവ മന്ത്രത്തിലിരിക്കുകയാണെങ്കിൽ നിങ്ങൾ വൈകുണ്ഠത്തിന്റെ അധികാരിയായി മാറും. മുക്തിയെയും ജീവൻ മുക്തി ധാമത്തെയും ഓർമ്മിക്കൂ.
നിങ്ങളുടെ സന്യാസം ഇതാണ്. ജൈനധർമ്മത്തിലുള്ളവരുടെ സന്യാസം വളരെ പ്രയാസമാണ്. മുടിയെല്ലാം മുറിക്കാനുള്ള എത്ര കഠിനമായ സമ്പ്രദായമാണ്. ഇവിടെ സഹജ രാജയോഗമാണ്. ഇതാണ് പ്രവൃത്തി മാർഗം. ഇത് ഡ്രാമയിൽ അടങ്ങിയതാണ്. ജൈനന്മാരാകട്ടെ തന്റെ പുതിയ ധർമ്മം സ്ഥാപിച്ചു. പക്ഷെ അതിനെ ആദി സനാതന ദേവീദേവതാ ധർമ്മം എന്ന് പറയില്ലല്ലോ. സനാതന ധർമ്മം ഇപ്പോൾ ഇല്ലാതായിരിക്കുകയാണ്. ആദിദേവനെ പിതാവെന്നും ജഗദംബയെ മാതാവെന്നും പറയുന്നു. ഇതെല്ലാവർക്കും അറിയാം. ആദിദേവൻ ബ്രഹ്മാവാണ്. ആദാം ബീവിയെന്നും ആദാം ഹവ എന്നും പറയുന്നു. ക്രിസ്ത്യാനികൾക്ക് അറിയില്ലല്ലോ ആദാം ഹവ തപസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മനുഷ്യ സൃഷ്ടിയുടെ ഹെഡാണ് ഇവർ. ഈ രഹസ്യം ബാബ മനസ്സിലാക്കി തരികയാണ്. ഇത്രയും ക്ഷേത്രങ്ങളും ശിവന്റെയും ലക്ഷ്മി നാരായണന്റെയും ഉണ്ടാക്കിയിട്ടുണ്ട്. അവരുടെയും ബയോഗ്രഫിയും അറിയേണ്ടതല്ലേ? ജ്ഞാനസാഗരനായ ബാബയാണ് മനസ്സിലാക്കി തരുന്നത്. പരംപിത പരമാത്മാവിനെയാണ് ജ്ഞാനസാഗരമെന്നും ആനന്ദസാഗരമെന്നും പറയുന്നത്. ഈ പരമാത്മാവിന്റെ മഹിമ സാധു സന്യാസിമാർക്ക് അറിയില്ല. അവർ പറയുന്നത് പരമാത്മാവ് സർവവ്യാപി ആണ് എന്നാണ്. പിന്നീട് ആരുടെ മഹിമ ചെയ്യും? പരമാത്മാവിനെ അറിയാത്തത് കാരണം സ്വയം ശിവോഹമെന്ന് പറയുന്നു. പരമാത്മാവിന്റെ മഹിമ എത്ര വലുതാണ്! ബാബ മനുഷ്യ സൃഷ്ടിയുടെ ബീജരൂപനാണ്. മുസ്ലിം ധർമ്മത്തിലുള്ളവർ പോലും പറയാറുണ്ട്, ഞങ്ങളെ ഈശ്വരനാണ് സൃഷ്ടിച്ചത്, ഞങ്ങൾ രചനകളാണ്. രചനയ്ക്ക് രചനകൾക്ക് സമ്പത്ത് നൽകാൻ സാധിക്കില്ല. രചയിതാവിൽ നിന്നും രചനകൾക്ക് സമ്പത്ത് ലഭിക്കാൻ സാധിക്കുന്നു. ഈ കാര്യം ആർക്കും മനസ്സിലാക്കാൻ സാധിക്കില്ല. ബാബ ബീജരൂപൻ സത്യമാണ്, ചൈതന്യമാണ്. സൃഷ്ടിയുടെ ആദിമധ്യ അന്ത്യത്തിന്റെ ജ്ഞാനം ബാബയിലാണ് ഉള്ളത്. കേവലം ബീജരൂപനായ ബാബയ്ക്കല്ലാതെ സൃഷ്ടിയുടെ ആദിമധ്യ അന്ത്യത്തിന്റെ ജ്ഞാനം ഒരു മനുഷ്യരിലും ഉണ്ടാകാൻ സാധിക്കില്ല. ബാബയാകുന്ന ബീജം ചൈതന്യമായതിനാൽ തീർച്ചയായും ജ്ഞാനം ബാബയിലാണ് ഉള്ളത്. ബാബ വന്ന് നിങ്ങൾക്ക് മുഴുവൻ സൃഷ്ടിയുടെയും ആദിമധ്യ അന്ത്യത്തിന്റെ ജ്ഞാനം നൽകുന്നു. നിങ്ങൾ ഈ ബോർഡ് തൂക്കണം. ഈ ചക്രം അറിയുന്നതിലൂടെ നിങ്ങൾ ചക്രവർത്തി രാജാവ് അല്ലെങ്കിൽ സ്വർഗത്തിന്റെ രാജാവായി മാറും. എത്ര സഹജമായ കാര്യമാണ്! ബാബ പറയുന്നു, ഏതുവരേക്ക് ജീവിക്കുന്നുവോ അപ്പോൾ വരേക്കും എന്നെ ഓർമ്മിക്കണം. ഞാൻ സ്വയം നിങ്ങൾക്ക് ഈ വശീകരണ മന്ത്രം നൽകുകയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ബാബയെ ഓർമ്മിക്കണം. ഓർമ്മയിലൂടെ വികർമ്മം വിനാശമാകും. ഈ സ്വദർശന ചക്രം കറക്കുകയാണെങ്കിൽ മായയുടെ ശിരസ് അറ്റുപോകും. ഇപ്പോൾ ബാബ നിങ്ങൾ ആത്മാക്കളെ പവിത്രമാക്കി മാറ്റി കൂടെ കൊണ്ടുപോകും. പിന്നീട് നിങ്ങൾ സത്തോ പ്രധാനമായ ശരീരമെടുക്കും. അവിടെ വികാരങ്ങളില്ല. വികാരങ്ങളില്ലാതെ എങ്ങനെ സൃഷ്ടി നടക്കും എന്ന് പലരും ചോദിക്കും. പറയൂ, നിങ്ങൾ ശരിക്കും ദേവതകളുടെ പൂജാരികളല്ല. ലക്ഷ്മി നാരായണന്റെ മഹിമ പാടുന്നു. സമ്പൂർണ്ണ നിർവികാരി. ജഗദംബയും ജഗത് പിതാവും നിർവികാരിയാണ്. രാജയോഗത്തിന്റെ തപസ് ചെയ്ത് പതീതത്തിൽ നിന്ന് പാവനവും സ്വർഗത്തിന്റെ അധികാരിയുമായി മാറി. പുണ്യാത്മാവായി മാറുന്നതിന് വേണ്ടി തപസ് ചെയ്യുകയാണ്. ശരി, വളരെ കാലത്തെ വേർപാടിന് ശേഷം തിരിച്ചു കിട്ടിയ മധുരമധുരമായ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാബ്ദാദയുടെ സ്നേഹസ്മരണയും സുപ്രഭാതവും. ആത്മീയ അച്ഛന്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്കാരം. ധാരണയ്ക്കുള്ള മുഖ്യസാരം.
ഒന്ന്, ഈ പഴയ ലോകം ബുദ്ധിയിൽ നിന്ന് മറക്കുന്നതിനു വേണ്ടി നടക്കുമ്പോഴും കറങ്ങുമ്പോഴും സ്വയത്തെ ശാന്തിധാം നിവാസിയാണ് എന്ന് മനസ്സിലാക്കണം. ശാന്തിധാമത്തെയും സുഖധാമത്തെയും ഓർമ്മിച്ച് സത്യമായ സമ്പാദ്യം ഉണ്ടാക്കണം. ഒപ്പം മറ്റുള്ളവരെ കൊണ്ടും ചെയ്യിപ്പിക്കണം. 2. രാജയോഗത്തിന്റെ തപസ് ചെയ്ത് സ്വയത്തെ പുണ്യാത്മാവാക്കി മാറ്റണം. മായയുടെ ശിരസിനെ മുറിക്കുന്നതിന് വേണ്ടി സ്വദർശന ചക്രം സദാ കറക്കിക്കൊണ്ടേയിരിക്കൂ. വരദാനം: സമ്പന്നതയിലൂടെ സദാ സന്തുഷ്ടതയുടെ അനുഭവം ചെയ്യുന്ന സമ്പന്നരായി ഭവിക്കട്ടെ. സ്വരാജ്യത്തിന്റെ സമ്പത്താണ് ജ്ഞാനം, ഗുണങ്ങൾ, ശക്തികൾ. ആര് ഈ സർവശക്തികളാലും സമ്പന്ന സ്വരാജ്യ അധികാരികളാണോ അവർ സദാ സന്തുഷ്ടരായിരിക്കും. അവർക്ക് അപ്രാപ്തിയുടെ പേരോ അടയാളമോ ഉണ്ടാകില്ല. പരിധിയുള്ള ഇച്ഛകളുടെ അവിദ്യ ഇവരെയാണ് സമ്പന്നരെന്ന് പറയുന്നത്. അവർ സദാ ദാതാവായിരിക്കും, വാങ്ങുന്നവരാകില്ല. അവർ അഖണ്ഡ സുഖശാന്തിമയ സ്വരാജ്യത്തിന്റെ അധികാരി ആയിരിക്കും. ഏതു വിധത്തിലുള്ള പരിതസ്ഥിതികൾക്കും അവരുടെ അഖണ്ഡ ശാന്തി ഖണ്ഡിക്കാൻ സാധ്യമല്ല. സ്ലോഗൻ: ജ്ഞാന നേത്രത്തിലൂടെ 3 കാലങ്ങളെയും 3 ലോകങ്ങളെയും അറിയുന്നവരാണ് മാസ്റ്റർ നോളജ്ഫുൾ. ഓം ശാന്തി.